വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ ധ്യാനമന്ദിരത്തിൽ കടന്നു വരുവാനും നിങ്ങളോട് തിരുവചനം വ്യാഖ്യാനിച്ച് പങ്കുവയ്ക്കുവാനും നല്ല ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഏതാനും മാസം മുമ്പ് ഒരു രാത്രി ആരാധനയിൽ വന്ന ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. വളരെ തീക്ഷ്ണതയോടുകൂടി രാത്രികാലങ്ങളിൽ ഈശോയോട് ചേർന്ന് ആയിരിക്കുകയും ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുന്നൊരു നല്ല സമൂഹം ഇവിടെ ഉണ്ടാവും. കുറച്ച് മുമ്പേ ഈ ആലയത്തിൻ്റെ ചുറ്റും നിങ്ങൾ നടന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നടത്തിയ ആ പ്രദക്ഷിണവും ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ നല്ല ഒരുക്കമുള്ള ഒത്തിരിയേറെ ദൈവസ്നേഹത്തിൻ്റെ അരൂപി ഉള്ള ഒരു ചെറിയ സമൂഹത്തോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന ബോധ്യവും എനിക്കുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. നല്ലപോലെ സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുറച്ച് മുമ്പ് പെരിയ ബഹുമാനപ്പെട്ട സുധീരച്ചൻ വചനം പങ്കുവയ്ക്കുന്നത് ഞാൻ കേട്ടു. പരിശുദ്ധ മറിയത്തോട് ദൈവത്തിൻ്റെ ദൂതൻ സംസാരിച്ച ഭാഗമാണ് അച്ഛൻ വായിച്ചത്. ഇപ്രകാരം വായിച്ചത് കേട്ടു. വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം, ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. 35-ാം വാക്യം, ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്നിൽ വരും, അത്യുന്നതന്റെ ശക്തി നിലമേൽ ആവസിക്കും. ആകയാൽ ജനിക്കുവാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ട് ശിശുത്വം സ്വീകരിച്ച് വിശുദ്ധ മാമോദീസയിൽ പങ്കുചേർന്ന് മാമോദീസ സ്വീകരിച്ച് അവിടുത്തെ പിന്നാലെ പോകുന്നവരാണ്. നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവം നമ്മോട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ വിശുദ്ധ ഗ്രന്ഥം അതിൻ്റെ ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒറ്റ വാക്യത്തിൽ ചുരുക്കിയാൽ ഇത് എന്താണ്? ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വചനം, എപ്രകാരം നിത്യജീവൻ കൈവശമാക്കാം, അവകാശപ്പെടുത്താം എന്ന് പ്രതിപാദിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം. ഈ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത് ദൈവത്തെ പരിശുദ്ധൻ എന്നാണ്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, നിന്റെ നിന്ന് ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. ഈ പരിശുദ്ധിയാണ് ദൈവം എന്നിൽ നിന്ന്, നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ പരിശുദ്ധി എത്രമാത്രം, എവിടെ വരെ എത്തും? വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5:48
വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഏതാണെന്ന് വളരെ വ്യക്തമാണ് അവിടെ. എന്താണെന്ന് അറിയാമോ വാക്യം? നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരാകുവേൻ. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധരായിരിക്കണമെന്ന്. ആ പരിശുദ്ധിക്ക് കുറഞ്ഞ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ പരിശുദ്ധി അനുഭവിച്ച് ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തെ പോലെ ആയിത്തീരാൻ വേണ്ടിയുള്ള വിളിക്കപ്പെട്ട മക്കളാണ് നമ്മൾ ഓരോരുത്തരും. എന്നിട്ട് എവിടെയായി? എനിക്കറിയാം, എവിടെ നിൽക്കുന്ന പലരും, മിക്കവാറും പേരും ഇവിടെ സ്ഥിരമായിട്ട് വരികയും പ്രാർത്ഥിക്കുകയും വചനം കേൾക്കുകയും ചെയ്യുന്നവരാണ്. വചനത്തിൻ്റെ കാര്യമായ കുറവൊന്നും നിങ്ങൾക്കില്ല എന്നെനിക്കറിയാം. പക്ഷെ എവിടെയൊക്കെയോ ചില പന്തികേടുകൾ ഉണ്ട്. എന്തുകൊണ്ടോ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ സമർത്ഥമാകുന്നില്ല. ആ ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കടക്കാൻ ഇനിയും എനിക്ക് അനേക കാലങ്ങൾ യാത്ര ചെയ്യണം. സാധ്യമായ കാര്യങ്ങൾ മാത്രമേ ഈശോ പറഞ്ഞിട്ടുള്ളൂ, ദൈവം പറഞ്ഞിട്ടുള്ളൂ. സാധ്യമായ കാര്യങ്ങൾ മാത്രം. എനിക്ക് അസാധ്യമല്ല ഈ പുസ്തകത്തിലെ ഒരു വാക്യം പോലും എന്ന് നിങ്ങൾ തിരിച്ചറിയണം. യേശുവിൻ്റെ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധനായി ജീവിക്കാൻ തന്നെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിശുദ്ധിക്ക്, പരിശുദ്ധിക്ക് തടസ്സം വെക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് കടന്നു പോകും. ഈ അവസ്ഥയിൽ നിന്ന് എപ്രകാരം നമുക്ക് മറികടക്കാൻ പറ്റും, അതിജീവിക്കാൻ പറ്റും? ഈ സ്വർഗീയ യാത്രയിൽ എൻ്റെ തടസ്സം എന്താണ്? പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ ജീവിതം ഒരു യാത്രയാണ്, അല്ലേ? ഏതാനും വർഷം, എത്ര വർഷം നീണ്ടു നിൽക്കും? ഏകദേശം എത്ര വർഷം നീണ്ടു നിൽക്കും ഈ ജീവിതം? കൊള്ളാലോ, സന്തോഷം. സങ്കീർത്തനത്തിൻ്റെ 90 സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം മനസ്സിൽ കുറിച്ചിടണം. അത്രയേ ഉള്ളൂ ആയുസ്. ഞാൻ പറയുമ്പം 70 കഴിഞ്ഞവർക്ക് സങ്കടം വരാൻ പാടില്ല. കാരണം ഈശോ, ദൈവം കുറച്ചുകൂടി വെച്ചിട്ടുണ്ട്, ഒരു 10ഉം കൂടെ. സങ്കീർത്തനം 90:10 മനുഷ്യ ആയുസ് 70 എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കുറേ പേരെ അന്നേരം ഈശോ കണ്ടു, ദൈവം കണ്ടു. അതുകൊണ്ട് അല്പം കൂടെ നീട്ടി വെച്ചു, ഏറിയ 80. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ നീട്ടി തരും. എന്തിനു വേണ്ടിയാ? ആദ്യം സൂചിപ്പിച്ച പോലെ ദൈവത്തിൻ്റെ ആ ഒരു പരിശുദ്ധിയിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്താൻ വേണ്ടി എൻ്റെ ദൈവം എനിക്ക് വച്ച് നീട്ടുന്നതാണ് ഓരോ ദിവസവും. ഒരു വ്യക്തിയുടെ അന്ത്യം എന്ന് പറയുന്നത്, ഏതൊരു അപകടം സംഭവിച്ചു, കാര്യമായ രോഗമുണ്ടായി, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിച്ചു, അങ്ങനെ അല്ല. പിന്നെയോ, എപ്പോൾ എൻ്റെ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടുന്നുവോ, എപ്പോൾ എൻ്റെ ദൈവവുമായി ഞാൻ ഐക്യപ്പെടുന്നുവോ, ആ പരിശുദ്ധിയെ ഞാൻ പങ്കുകാരനായി തീരുന്നുവോ, അന്ന് ഞാൻ മരിക്കണം. ഈ ഭൂമിയിൽ പിന്നെ നമ്മുടെ ജീവിതമില്ലേ? പാടില്ല. പക്ഷെ നമുക്കത് പറ്റുന്നില്ലല്ലോ. ഏത് വിധേനയും നമ്മുടെ ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടിയുള്ള വലിയ ആഗ്രഹമാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്, അല്ലേ? ശരിയല്ലേ? എന്നാൽ ഈ ഭൂമിയിൽ കിടന്ന് ഈ ഭൂമിയിലെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് ആമോളം ആസ്വദിച്ച് പോകണം നല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. എത്രയും വേഗം എൻ്റെ പ്രിയപ്പെട്ട മക്കൾ എൻ്റെ അടുക്കലേക്ക് വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ യാത്ര. ഇതൊരു യാത്രയാണ്.
ഈശോയുടെ ജീവിതം അങ്ങനെയാണ്. യേശുവിന്റെ വചനത്തിൽ പറഞ്ഞ യേശു വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തെ പ്രത്യേകിച്ച് അവതരിപ്പിക്കുന്നത് ഒരു യാത്രയായിട്ടാണ്. ലൂക്കാസ് സുവിശേഷകൻ ഒരു യാത്രയാണ്. 13-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവ് യാത്ര ചെയ്യുകയാണ്. എവിടേക്കാണ് ഈശോ യാത്ര ചെയ്തതെന്ന് വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം, പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. വീണ്ടും അധ്യായം 17-ന്റെ 11 വരുമ്പോൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. ഈശോയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്നത് ജെറുസലേമാണ്. ജെറുസലേമിൽ നടപ്പാൻ പോകുന്ന, പൂർത്തിയാക്കാൻ പോകുന്ന അവിടുത്തെ കുരിശ് മരണം, രക്ഷാകര പ്രവർത്തനത്തിന്റെ അവസാന കാലഘട്ടം. അപ്പൊ അരങ്ങേറാൻ പോകുന്ന ആ വിശുദ്ധ ബലി, ഭാവിത്തായി അർപ്പിക്കാൻ പോകുന്ന ബലി ലക്ഷ്യമാക്കിയുള്ള യാത്രയാണിത്. നമ്മുടെ ഈ ലക്ഷ്യം ജെറുസലേമാണ്. ഇസ്രായേലുള്ള ജെറുസലേമല്ല, പിന്നെയോ സ്വർഗീയ ജെറുസലേം. ദൈവരാജ്യം ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ നമ്മൾ ആണ്. അങ്ങനെ യാത്ര ചെയ്ത് നമുക്ക് ഇവിടെ കിടന്ന് ഇവിടെ ജീവിച്ച് അങ്ങനെ അങ്ങ് പോകാൻ വേണ്ടിയുള്ള ആഗ്രഹമല്ല ഉണ്ടാവേണ്ടത്. എന്തിനായിട്ട് ഈശോ ദൈവം വന്നുവോ അവിടുത്തെ ഹിതപ്രകാരം അവിടുത്തെ പക്കലേക്ക് കടന്നു പോകുവാനാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 6:33 വാക്യത്തിൽ, നിങ്ങൾക്ക് വാക്യം പരിചിതമായിരിക്കും, നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം അവിടെ നിന്ന് ചേർത്ത് നൽകും. അപ്പൊ നമ്മൾ അന്വേഷിക്കേണ്ട ദൈവരാജ്യമാണ്. ആ ദൈവരാജ്യം ലക്ഷ്യമാക്കിയുള്ള ഒരു ഓട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഫിലിപ്പിയ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, ഞാൻ നല്ല ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്, യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, ഇനി ഞാൻ അവനെ സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല, അത് ലക്ഷ്യമാക്കി ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ഈ ജീവിതം ഓട്ടമാണ്. യേശുവിനെ സ്വന്തമാക്കാൻ, ദൈവരാജ്യം സ്വന്തമാക്കാൻ വേണ്ടിയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ പിടപ്പാടൊക്കെ നടത്തുന്നത്. ഞാൻ കണ്ണൂർ ജില്ലക്കാരനാണ്. ജോഷിച്ചൻ ഒരു വലിയ സുഹൃത്താണ്. വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധം. അച്ഛൻ വിളിക്കുമ്പോൾ ഞാൻ വരും, ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ആ വർഷങ്ങളിലൂടെ എല്ലാം ഒരു പരിചയം പിന്നെ പശ്ചാത്തലത്തിലുണ്ട്. ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് 2 ദിവസം മുമ്പ് എൻ്റെ ഇടവകയിൽ ഒരു മതസംസ്കാരത്തിന് ഞാൻ പങ്കെടുത്തു. ഞാൻ ഇരിക്കുന്ന പള്ളി മതസംസ്കാരം. നിങ്ങൾക്കറിയാവോ, അച്ഛന്മാരെ ഏറ്റവും അധികം വേദനിക്കുന്ന ഒരു രംഗം മതസംസ്കാരമാണ്. ആരെങ്കിലും ഒരാൾ മരിച്ചു പോയോണ്ടല്ല, ചില കാര്യങ്ങളുണ്ട് അതിനകത്ത്. വർഷങ്ങൾ ജീവിച്ചെങ്കിലും ആത്മീയമായ യാതൊരു ഉണർവും ഇല്ലാതെ, കൗതാശക ജീവിതമില്ലാതെ, വചനമില്ലാതെ കടന്നു പോകുന്ന വ്യക്തികളുടെ മതസംസ്കാരം ഏറെ സങ്കടമുള്ളതാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു വേദനയാണ്. അങ്ങനെയുള്ള ഒരു മതസംസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത്. വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാതെ, കുർബാന സ്വീകരിക്കാതെ, കുദാശകൾ അവസാന ദിവസം പോലും കിട്ടാതെ, കുദാശ ലഭിക്കാതെ മരിച്ചുപോയ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കാം. അപ്പം അതിന് ഏറ്റവും ഇഷ്ടം ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വേട്ടയ്ക്ക് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ആഭിമുഖ്യം വളരെ ഗൗരവമായ തിന്മയാണ്. നിസ്സാരമായ കാര്യങ്ങളാണെന്ന് കരുതി പല കാര്യങ്ങളും നമ്മൾ അവഗണിച്ച് കളയാണ്. എൻ്റെ ഇടവകയുടെ അടുത്തും ഇതുപോലെ മറ്റൊരു സംഭവം.
ഒരു മദ്യപാനിയോ മനുഷ്യൻ രാത്രിയിൽ പോലീസ് ഓടിച്ചൊരു കുഴി ചെന്ന് ചാടി കത്തുപോയി, മരിച്ചു. ഞങ്ങളുടെ സിറമർമാ സഭയിലെ അച്ഛനാണ് ഞാൻ. സിറമർമാ സഭയിൽ മൃതസംസ്കാര സമയത്ത് ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പസ്തോലൻ തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 7-ാം വാക്യം അവിടെ ഇപ്രകാരമാണ്: ഞാൻ നല്ല ഓട്ടം ഓടി, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി. നല്ല ഓട്ടമല്ലേ ഓടിയേ? ഫസ്റ്റ് ഓട്ടം ഓടിയേ. ജീവന്റെ കിരീടം നല്ല ദൈവം എനിക്ക് നൽകുമെന്ന്. ദൈവരാജ്യം ലക്ഷ്യമാക്കിയുള്ള എൻ്റെ ഓട്ടത്തിൽ അതിനു വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറാകണം. വിശുദ്ധ മാമോദീസായിൽ ആരംഭിച്ച ഈ ആത്മീയ യാത്ര വളരെ കരുതലോടെ ജാഗ്രതയോടെ നമ്മൾ നടത്തണം. നിസ്സാരമാണെന്ന് കരുതുന്ന പല കാര്യങ്ങളുമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നത്. അത് കണ്ടെത്തണം. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ ചില കാര്യങ്ങൾ തിന്മയാണെന്ന് പോലും തോന്നുകയില്ല നമുക്ക്. അങ്ങനെ പരിശീലിച്ച് പോയതുകൊണ്ടാണ്. ചിലപ്പോൾ നമ്മൾ ലഘുഭാവങ്ങൾ എന്ന് പറയുന്നു. ലഘുഭാവങ്ങൾ അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉപസാരിക്കുമ്പോൾ ചെയ്തു പോയ മാരകഭാവം എങ്കിലും പറയണമെന്ന്. അപ്പൊ ലഘുഭാവം പറഞ്ഞില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ ലഘുപാപങ്ങളാണ് ഗൗരവമായ കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ച്. എനിക്കറിയാം, ഇവിടേക്ക് നിങ്ങൾ മദ്യപിക്കാനോ അല്ലെങ്കിൽ മോഷണം നടത്താനോ കൊലപാതകമോ വ്യഭിചാരമോ അപ്പൊ അത്തരത്തിലുള്ള ഗൗരവമായ തിന്മകളിൽ പെടാതെ നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ അവഗണിച്ച് കളയുന്ന പല കാര്യങ്ങളും നമ്മുടെ ആത്മീയ ജീവിതത്തെ ഇങ്ങനെ ക്യാൻസർ പോലെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ആത്മാവിനെ ആ അരൂപി വിട്ടുപോകുന്ന അറിയത്തില്ല. നമ്മൾ വിചാരിക്കും ഇത് കുഴപ്പമൊന്നുമില്ല. കോപാകാശ ജീവിതമുണ്ട്, വചനം വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവാസം എടുക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ പറ്റി കുഴപ്പമൊന്നുമില്ല. ഉണ്ട്. പോകുന്ന വഴി അവഗണിച്ച് കളയുന്ന പല കാര്യങ്ങളും നമുക്ക് ആത്മനാശത്തിന് ഇടയാകുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ സൂക്ഷ്മമായി നോക്കിയാൽ മാത്രമേ അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുള്ളൂ. ദൈവത്തോട് വിശ്വസ്തത പുലർത്തി സൂക്ഷ്മതയോടെ നമ്മൾ പോകണം. നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി കണ്ടെത്തണം. ആത്മീയ ശത്രുക്കൾ 3 ഉണ്ട്. എന്തൊക്കെയാ ആത്മീയ ശത്രുക്കൾ? ലോകം, പിശാച്, ശരീരം. ലോകം, പിശാച്, ശരീരം. പിശാചുണ്ടോ? പിന്നല്ലേ, പിശാചൊന്നും ഇല്ലെന്നേ. എന്നാ പറയണേ? ഈ വിശുദ്ധ ഗ്രന്ഥം സൂക്ഷ്മമായി വായിക്കുന്നവർക്ക് പൈശാച ശക്തി ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എത്രയോ പ്രാവശ്യം കർത്താവ് പിശാചുക്കളെ പുറത്താക്കുന്നുണ്ട്. എത്രയോ പ്രാവശ്യം. ഈ വചനം സത്യമാണെങ്കിൽ പൈശാച ശക്തി ഉണ്ട്, അസ്തിത്വം ഉണ്ട്. അതിനെതിരെ പടപെടുത്താൻ വേണ്ടി ഉള്ളവരാണ് നമ്മൾ. ഏത് നിമിഷവും ഈ സ്വാധീനം ഉണ്ടാകാം. പൈശാച ശക്തി ആവേശിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. പൈശാച ശക്തിയുടെ ഒരു സ്വാധീനം ഉണ്ടാകും നമുക്ക്. ആ സ്വാധീനം എപ്പോഴും ഉണ്ട്. ചില വ്യക്തികൾ പൈശാച ശക്തി ആവസിക്കും. നമ്മൾ മനസ്സാവാതെ ഈ തിന്മ നമ്മിലേക്ക് വരികയില്ല. പക്ഷെ ഈ സ്വാധീനമുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് പഠിക്കുന്ന കാലത്ത് ഒരു സംഭവം ഉണ്ടായി. പൗരോഹിത്യത്തെ കുറിച്ച് നല്ല തീഷ്ണമായിട്ടുള്ള ആ ബോധ്യവും ആഗ്രഹവും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അച്ഛനാകാൻ പോകുമ്പോൾ എനിക്ക് 18 വയസ്സുണ്ട്. 18ാമത്തെ വയസ്സിൽ പുരോഹിതനായി വർഷങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് 10-11 വർഷമുണ്ട് പഠനം, നമുക്കറിയാലോ. അങ്ങനെ പോയി 3ാമത്തെ വർഷം ഒരു കുഴപ്പമില്ലാതെ നല്ലപോലെ പ്രാർത്ഥിച്ച് ഞാൻ അങ്ങ് പോവാണ്. ഗുഡ് ബോയ് എന്ന് പറയല്ലേ. അങ്ങനെ ഒരു ദിവസം എൻ്റെ മനസ്സിലേക്ക് വരുവാണ്, നിനക്ക് ഈ പറ്റിയ പണിയല്ല പൗരോഹിത്യം.
നിനക്ക് വിളിയില്ല, നീ അച്ഛനാകൂല. ഇതൊരു ആത്മീയ രഹസ്യം പറയുന്നത്. നീ അച്ഛനാകുകയില്ല, നിനക്ക് പറ്റിയ പണിയല്ലിത്, നിനക്ക് പറ്റിയ സ്ഥലം, വേഗം വീട്ടിൽ പോകും, വേഗം വീട്ടിൽ പോവാം. ഓർത്ത് നോക്കി, വളരെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പോയതാ. പക്ഷെ എൻ്റെ മനസ്സിലേക്ക് ശക്തമായിട്ടുള്ള ഒരു തോന്നിപ്പെന്ന് വരിക, ഞാൻ എല്ലാം പ്ലാൻ ചെയ്ത് തിരിച്ചു പോയേക്കാം. അന്ന് ഞാൻ കൃത്യമായി ഓർമ്മയുണ്ട്, രാവിലെ ഞങ്ങളുടെ അധികാര റെക്ടസിനാണ്, റെക്ടസിനെ കണ്ട് യാത്ര പറയണം. അച്ഛന്മാരൊക്കെ ഞാൻ പോവാന്ന് പറഞ്ഞു, അനുവാദം മേടി. ഇനി ഹെഡ് ഉണ്ട്, റെക്ടർ എന്ന് പറയാം. അച്ഛനടുത്ത് പോയി പെർമിഷൻ മേടിച്ചാൽ മാത്രമേ, ബാക്കിയെല്ലാം പൂർത്തിയാക്കി. അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ പോയി. അച്ഛൻ മുറിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു ബൈബിളും പഠിച്ച് ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ ഇന്നലെ വരെ യാതൊരു കുഴപ്പമില്ലാത്ത ബ്രദർ വന്നിട്ട് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വൈകിട്ട് പറയാം. കോട്ടയത്തെ സംഭവം, കോട്ടയ സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് ട്രെയിനുണ്ട്, 8:30 മലബാർ എക്സ്പ്രസ് ഉണ്ട്, അതിൽ പോയാൽ മതിയല്ലോ, അപ്പം കാണാലോ. ഞാൻ എൻ്റെ സ്റ്റഡി ഹാളിൽ വന്നു. എന്നിട്ട് എൻ്റെ കർത്താവേ, ഞാൻ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുക, ഞാൻ പഠിക്കുന്നില്ല, ഞാൻ പോകാൻ തീരുമാനിച്ചു. എന്നാൽ അങ്ങയുടെ ഹിതമാണോ ഇത്? എനിക്ക് സംശയം ഉണ്ടിരിക്കുക. ദൈവം, നിന്റെ ഹിതമാണോ ഇത്? യേശുവേ, നീ എന്നോട് ആവശ്യപ്പെടുന്നുണ്ടോ ഇത്? എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നറിയാവോ, നീ വചനം എടുക്ക, നീ വചനം വായിക്ക. അപ്പോൾ എന്താണോ പറയുന്നത് അതുപോലെ നീ ചെയ്യണം. യെസ്, വലിയ കുഴപ്പമൊന്നുമില്ല. ബൈബിൾ എടുക്കുക, പ്രാർത്ഥിക്കുക, നോക്കുക, ഇത്രയോട് പണി. ഞാൻ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് തുറന്നപ്പോൾ എനിക്ക് ലേവിയുടെ പുസ്തകത്തിന്റെ വാക്യമാണ് കിട്ടിയത്. വാക്യം ഇതാണ്: നീ നിത്യം പുരോഹിതനായിരിക്കും എന്ന വചനമാണ് എനിക്ക് കിട്ടിയത്. ഈ വചനം വായിച്ച് കഴിഞ്ഞ ഉടനെ ആ നിമിഷം എൻ്റെ ഉള്ളിൽ ചെന്ന പൈശാചിക ചിന്ത പരിപൂർണം കടന്നുപോയി. പിന്നെ ഒരിക്കലും പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ച് സംശയിക്കാനോ വിഷമിക്കാനോ എനിക്ക് ഇടയായില്ല. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പൈശാചിക സ്വാധീനമാണ്. പിശാച് ആവശ്യത്തിനല്ല, പൈശാചിക സ്വാധീനമാണ്. വളരെ സൂക്ഷ്മതയുണ്ടെങ്കിൽ മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ആ തിരുമ നമ്മളെ കബളിപ്പിക്കും. ദൈവത്തെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന കക്ഷി പിശാചാണ്. നമ്മളെക്കാളും വിശുദ്ധ ലൂക്കാസ് 8-ാം അധ്യായം വാക്യം 27 എന്താ പറയുന്നത്? പിശാച് ഈശോയെ വിളിക്കുകയാണ്, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ ഈശോയെ, യേശുവേ. എന്ത് വിളിയല്ലേ! നല്ല പിശാചല്ലേ, നല്ല സ്വഭാവമുള്ള നല്ല പിശാച്. അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ യേശുവേ എന്ന് വിളിക്കണമെങ്കിൽ അവൻ ഭയങ്കര വിശ്വാസിയാ. ആ വാക്യത്തിന്റെ 2-ാം ഭാഗം എന്താണ്? എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? എന്നെ വിട്ടക്ക്. എന്തിനാണ് എൻ്റെ കാര്യത്തിൽ നീ ഇടപെടുന്നത്? ഈ തരത്തിൽ നമ്മെ സ്വാധീനിക്കും. എല്ലാം വേണം നമുക്ക്. നന്മയും തിന്മയും എല്ലാം കൂടെ ഒരുമിച്ച് പോകുന്ന ഒരു പരിപാടി, ഒരു പറയാ ആഴോന്മം പരിപാടി എന്ന് പറയും. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു പുരോഹിതനായാലും കന്യാസ്ത്രീയായാലും നിങ്ങളെപ്പോലെ ആത്മീയനായാലും ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെടും. നിങ്ങൾ ഈ കഷ്ടപ്പാടിൽ അനുഭവിച്ച് ഈ യാത്രകളും ഈ ധ്യാനവും ഈ പ്രദക്ഷിണമൊക്കെ കൂടിയിട്ട് നിങ്ങളുടെ ആത്മാവും നഷ്ടമായ പിന്നെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ എന്തിനു വേണ്ടിയാ? ആ സമയത്ത് എന്തെല്ലാം ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ? അതുകൊണ്ട് ആത്മാവിന്റെ ചൈതന്യം നഷ്ടപ്പെടുത്താതെ നിങ്ങൾ സൂക്ഷിക്കണം. കാര്യങ്ങൾ എത്ര നിസ്സാരമല്ലിത്. നിങ്ങളെ ചുറ്റുപാടുമുള്ള അവസരങ്ങൾ വളരെ പാപകരമായ അവസരങ്ങളാണ്. നിസ്സാരമായി കരുതാൻ പാടില്ലത്. ഈ ആത്മീയ ശത്രുക്കൾ എപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുണ്ടാകും.
സാരമില്ല എന്ന് വിചാരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് അത്യാവശ്യം ഒരു കാര്യത്തിന് വേണ്ടി എൻ്റെ ഇടവകയിലെ ഫോൺ ചെയ്തു, ആളിൽ ഫോൺ ചെയ്തു. ഒരു പയ്യൻ 25 വയസ്സോട്. അപ്പം അമ്മ ഫോൺ എടുത്തു. അച്ഛാ എന്നാ അച്ഛാ വിളിച്ചേ? ഇന്ന കാര്യത്തിന് വേണ്ടി ഒരു യാത്ര പോകാൻ വേണ്ടിയാ. അവൻ എന്ത് ചെയ്യും? ആ കൊച്ചെന്ത് ചെയ്യും? അച്ഛാ അവൻ ഉറങ്ങി എഴുന്നേറ്റില്ല അച്ഛാ. രാവിലെ 8 മണിയായി, അവൻ കിടന്നുറങ്ങുക, തിന്നേച്ച് കിടക്കുക. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു വലിയ വിഷയമൊന്നും ആയിരിക്കില്ല ഇത്. അങ്ങനെ നിങ്ങളിൽ പലരും ഉണ്ടോ? അടുക്കും ചിട്ടയില്ലാത്ത ജീവിതം. രാവിലെ എഴുന്നേൽക്കുന്ന സമയം എപ്പോഴാണ് കിടക്കുന്നേ? സോഷ്യൽ മീഡിയ കണ്ട്, മൊബൈലിൽ കണ്ട്, യൂട്യൂബിൽ കണ്ട്, ഉള്ള മ്ലച്ഛത മുഴുവൻ കണ്ട് ആസ്വദിച്ച് കിടക്കുമ്പോൾ രാത്രി 1 മണി. പിന്നെ അവൻ എങ്ങനെ എഴുന്നേക്കും രാവിലെ? എഴുന്നേക്കുമ്പോഴേ ഇന്നലെ കണ്ട ചിത്രങ്ങളായിരിക്കും മനസ്സിലേക്ക് വരുന്നത്. ശരിയല്ലേ? എന്നോട് ശക്തമായി ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ പറയാൻ വേണ്ടി ഈ തരത്തിലുള്ള ജീവിത ശൈലി നിങ്ങൾ തുടരാൻ പാടില്ല. ഗൗരവമായിട്ടെടുക്കണം ഈ കാര്യം. ഈ സോഷ്യലായിട്ടുള്ള സോഷ്യൽ തിന്മകൾ, സാമൂഹിക തിന്മകൾ, സോഷ്യൽ മീഡിയാസ് വഴി ലഭിക്കുന്ന പാപകരമായ കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ എന്തെല്ലാം പ്രതിഷ്ഠ നടത്തിയാലും എന്തെല്ലാം ധ്യാനം കൂടിയാലും ഒരു ഫലവുമില്ല. അതിലൂടെ ആ തിന്മ ആ സോഷ്യൽ മീഡിയ വഴി നിങ്ങളിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. കഴിഞ്ഞ ദിവസം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച്, 8ൽ പഠിക്കുന്ന കൊച്ചാണ്, എൻ്റെ അടുത്ത് വന്നു. അച്ഛാ എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, ഒരു കാര്യവും പഠിക്കാൻ പറ്റുന്നില്ല, ഒന്നും മനസ്സിൽ നിൽക്കുന്നില്ല, എനിക്ക് ഇഷ്ടവുമില്ല പഠിക്കാൻ. തുറന്നാൻ പറഞ്ഞതാ, എന്താ കാര്യം? എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഈ മൊബൈൽ കാണുക, മൊബൈലിലെ ചിത്രങ്ങൾ കാണുക, സ്ക്രീൻ അഡിക്ഷൻ എന്ന് ഞങ്ങൾ പറയും. പാവം വച്ച് അവന് ആഗ്രഹമുണ്ടാ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ വളം വെച്ച് കൊടുക്കരുത്. ഈ തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കരുത്. 2 ദിവസം മുമ്പ് എൻ്റെ ഇടവകയിലെ ഒരു കുടുംബത്തിൽ വിസിറ്റ് ചെയ്ത അവസരത്തിൽ ഞാൻ ഓർക്കുന്നു, അവിടെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികൾ, നല്ല മിടുക്കൻ, നല്ലപോലെ വായിക്കും, പള്ളി വന്ന് ഒച്ചത്തിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ വെച്ചാൽ അവനെ പള്ളി കാണുന്നില്ലല്ലോ ദിവസങ്ങളിലൊന്നും. എൻ്റെ അച്ഛ എന്നാ പറയാനാ, അവൻ രാവിലെ എഴുന്നേറ്റാൽ പിന്നെ അവൻ ഭയങ്കര വഴക്കാണ്. എന്തിനു വേണ്ടിയാ? അവന് മൊബൈൽ വേണം, ആ മൊബൈൽ കണ്ട് അവനിരിക്കും, അങ്ങനെ സമയം ചെലവഴിക്കും. 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ. ഇത്ര ഊന്നല കൊടുത്ത് പറയാൻ കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടാ. അവരെ ബാധിച്ചിരിക്കുന്ന തിന്മകൾ വളരെ ഗൗരവമുള്ളതാണ്. പല ആസക്തികൾ അവർക്കുണ്ട്. ഈ ആസക്തികളെ അതിജീവിക്കാൻ വേണ്ടി അവരെ പരിശീലിപ്പിക്കണം. ആദ്യം നമ്മൾ മാതൃകയാകണം. ഇന്ന് രാവിലെ എൻ്റെ മുറിക്കകത്തിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അവിടെ ഇരിക്കാം. അപ്പോൾ ഒരു ഫോൺ വന്നെനിക്ക്, എൻ്റെ പഴയ ഇടവയിൽ നിന്ന് വന്നാം. ഞാൻ ചോദിച്ചാൽ എന്നാണ് വിശേഷമൊന്നുമില്ല. അമ്മച്ചിയുണ്ടോ? ആ അമ്മച്ചിയുണ്ട്. മരുമകളാണ് വിളിച്ചത്. അമ്മച്ചിയുണ്ട്. എന്നെടുക്കുവാ? ആ രാവിലെ പോയേക്കുവാ, കത്തിയും പിടിച്ച് തുമായി പിടിച്ച് പോയേക്കുവാ. സാമാന്യ സാമ്പത്തിക വീട്ടിലെ ചേർത്തിയാത്. ഞാൻ രാവിലെ അമ്മച്ച് കൊന്തയില്ലേ? ആ കൊന്തയില്ലാനോ സമയം, അമ്മ അങ്ങ് പണിയോട് പണിയാണ് പറയുന്നത്. എന്ത് പണിയായത്? ഏത് അധ്വാനമായത്? അധ്വാനം വേണം നമുക്ക്, കഠിനമായി അധ്വാനിക്കുക. പക്ഷേ തമ്പുരാനെ വീട്ടുള്ള ജോലികൾ, കർത്താവിനെ വീട്ടുള്ള പണസമ്പാദനം, ദൃഢമായിട്ടുള്ള ദുരാശകൾ അതിജീവിക്കണ്ടേ? അതിങ്ങനെ വന്നു പോയാൽ മതിയോ? പ്രാർത്ഥനയുണ്ട്, ഭൗതിക ജീവിതമുണ്ട്, ജഡുകതയുണ്ട്, മദ്യപാനമുണ്ട്, വേടിയായുസുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു ഒഴുക്കൻ രീതിയിൽ പോയ പോരനേ. കർശനമായ ചില നിലപാടുകളുണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ. കർശനമായ നിലപാടുകൾ. വചനാത്മകമായ ജീവിതം, വചനം പഠിക്കും. നമ്മളാണ് വചനം വായിച്ചാൽ പോരാ, വായിക്കണം, വചനം പഠിക്കണം, വചനം ജീവിക്കണം, വചനത്തെ സാക്ഷിയാകണം.
അല്ലാതെ ഏതാനും ചില വാക്യങ്ങൾ പഠിച്ച് വായിച്ചു പോയാൽ പോരാ. തിരുവചനം വായിക്കണം, പഠിക്കണം, ജീവിക്കണം. അത് സാക്ഷിയായി തീരണം, സാക്ഷ്യം വഹിക്കണം. അത്തരത്തിലുള്ള ഒരു ആത്മീയ ജീവിതം നയിക്കാൻ കഴിയുന്നുണ്ടോ? അത് കഴിയുന്നിടത്തോളം സമയം ഈ ഭൂമിയിൽ അലഞ്ഞു തിരിയും. ഇസ്രായേൽ ജനം 40 വർഷക്കാലം മരുഭൂമിയിലൂടെ നടന്നില്ലേ? 40 വർഷം. ചുരുങ്ങിയ കാലം കൊണ്ട് പൂർത്തിയാകാമെന്ന് നടപ്പരുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് 40 വർഷമാണ് നടത്തിയവരെ. എന്തിനു വേണ്ടി? പാഠങ്ങൾ പഠിപ്പിക്കാൻ. ദൈവം അനുവദിക്കുന്ന ഓരോ ദിവസവും, കർത്താവ് വെച്ച് നേടുന്ന ഓരോ നിമിഷവും നിങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചും ഗൗരവമുള്ളതാണെന്ന് ഓർത്ത് നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇതാണ് സ്വീകാര്യമായ സമയം. 2 കൊരിന്തോസിന്റെ 6:2 ഇതാണ് സ്വീകാര്യമായ സമയം. ഇതാണ് രക്ഷയുടെ ദിവസം. ഈ സ്വീകാര്യമായ സമയത്ത്, രക്ഷയുടെ ദിവസത്തിൽ നമ്മളുടെ കർത്താവിനെ അന്വേഷിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മെ ബാധിക്കുന്ന ആത്മീയ അന്ധതയെ ഗൗരവമായിട്ടെടുത്ത് നമ്മുടെ പ്രാർത്ഥന വഴി, ത്യാഗപ്രവൃത്തികൾ വഴി, പുണ്യപ്രവൃത്തികൾ വഴി, ഉപവാസം വഴി അതിനെ അതിജീവിക്കാൻ പഠിക്കണം. നമ്മൾ ജഡികമായ മോഹങ്ങളെ തൃപ്തിപ്പെടുത്തിയുള്ള ജീവിതമല്ല നയിക്കേണ്ടത്. റോമാലേഖനം 8:8 ജഡികമായ പ്രബന്ധനക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഹൃദയശുദ്ധി ആവശ്യമാണ് ദൈവദർശനത്തിന്. എബ്രായലേഖനം അധ്യായം 12-14 വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. നീ സൽപ്രവൃത്തികൾ കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കണം. നമ്മൾ പരിശുദ്ധ അമ്മ എന്താ വിളിച്ചത്? നന്മ നിറഞ്ഞവളെ, കൃപയായവളെ എന്നല്ല വിളിച്ചേ. എഫെസോസ് ലേഖനത്തിന് 4:26 എന്താണ്? തിന്മയ്ക്ക് നിങ്ങൾ ഇടം കൊടുക്കരുത്. തിന്മയ്ക്ക് നിങ്ങൾ ഇടം കൊടുക്കരുത്. അല്പം ചെറിയ പഴുതുണ്ടായാൽ ആ തിന്മ നമ്മിലേക്ക് കടന്നു വരും. അവിടെ ഹൃദയത്തിൽ നന്മയുടെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ സ്വർഗസ്ഥനായ പിതാവിന്റെ പരിപൂർണതയെ കുറിച്ച് പറഞ്ഞില്ലേ മത്തായി 5:48? അപ്പൊ സ്വർഗസ്ഥനായ പിതാവിന്റെ പരിപൂർണതയ്ക്ക് വരാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ നന്മയുടെ നിറവുണ്ടാകണം. ആ നന്മ തന്നെയായി ദൈവം എന്റെ ഹൃദയത്തിൽ വസിക്കണം. ത്യാഗം ചെയ്യണം. എന്റെ മനസ്സിൽ 1-2 സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഒത്തിരിയേറെ വരൂപത്തെ ജീവിതമല്ലേ, ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ടാകും. ഞാനിരുന്നൊരു ഇളവയിൽ ഒരു ചേട്ടൻ, വയസ്സ് 100, വിശ്വസിക്കോ, 100 വയസ്സുണ്ട് മനുഷ്യന്. എല്ലാ ദിവസവും പള്ളിയിൽ വരും. സങ്കല്പിക്കാൻ പറ്റുമോ? ഓ, അച്ഛൻ തള്ളുന്നില്ല. ഞാൻ ചോദിച്ചു, ചേട്ടാ എത്ര വയസ്സുണ്ട്? 100 വയസ്സാണ്. 1 കിലോമീറ്റർ നടക്കണം പള്ളി വന്നെങ്കിൽ. പോരാ, ഒരു റബ്ബർ തോട്ടമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ റബ്ബറൊന്നും ഇല്ല, നിങ്ങൾക്ക് പരിചയക്കുറവായിരിക്കും. റബ്ബർ തോട്ടമുണ്ട്. അതിൻ്റെ ഈ റബ്ബർ തോട്ടത്തിന് പ്രത്യേകിച്ച് വേര് ഇങ്ങനെ പൊങ്ങി നിൽക്കും. പോകുന്ന വഴിക്കൊക്കെ ഈ റബ്ബർ തോട്ടത്തിൻ്റെ പ്ലാറ്റോമിൽ കൂടെയൊക്കെ അതിൻ്റെ വേര് പൊങ്ങി നിൽക്കും. തട്ടിയാൽ വീഴും. 100 വയസ്സാ, അപ്പം പാസ്സാവും. ഞാൻ ഒന്ന് ചേട്ടാ വരണ്ട, നീ ഇത്രയും വയസ്സായി. ഞാൻ അദ്ദേഹത്തെ വിളിക്കും സപ്ര ചേട്ടൻ എന്നാ. സപ്ര പ്രാർത്ഥനയില്ലേ, സിർമൽവാ സഭയിലെ പ്രാർത്ഥന, കുർബാനയ്ക്ക് മുമ്പുള്ള പ്രാർത്ഥന സപ്ര. അത് കാണാപ്പാടുവാ. അദ്ദേഹം സപ്ര ചൊല്ലുന്നേ. എന്നെക്കാളും വിദഗ്ധനാ പുള്ളി സപ്ര ചേട്ടൻ. ആ സപ്ര ചേട്ടൻ വന്നിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥന ആരംഭിക്കുക പള്ളിയിൽ. ഒരു ദിവസം അദ്ദേഹം ഒരു ചെറിയ പനി വന്നു. ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോൾ ഈ മനുഷ്യന് ദൈവം കൊടുത്ത സമ്മാനം, അനുഗ്രഹം എന്ന് പറയാം, ബ്ലഡ് ക്യാൻസർ, രക്താർബുദം. എൻ്റെ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെട്ട ഒരു കാര്യമായിരുന്നത്. അങ്ങനെ മരണത്തോട് മരടിച്ച് അദ്ദേഹം കിടക്കുക.
ഒരു ദിവസം അദ്ദേഹം കട്ടിലേന്ന് വീണു, കാല് 3 നാട്ട് ഒടിഞ്ഞു. ഭീകരമായിട്ടുള്ള വേദനയാണ്. രക്താർബുദം ഭയങ്കര വിഷമം പിടിച്ച അസുഖമാണെന്നറിയാം. അത് ഈ കാര്യം ഊന്നിട്ടൊടിച്ചാലോ ആ മനുഷ്യന്റെ വായിൽ നിന്ന് വന്ന വാക്യെന്നറിയാവോ? എൻ്റെ ഈ സഹനം വിദേശങ്ങളിൽ, കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന, മിഷൻ പ്രവർത്തനം നടത്തുന്ന അച്ഛന്മാരും വൈദികര സന്യസ്തരുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടി എൻ്റെ ഈ സഹനങ്ങൾ ഞാൻ കാഴ്ചവെക്കുന്നുവെന്ന്. സാമാന്യ ആത്മീയതയാണ്. എന്നെ എപ്പോഴും എൻ്റെ മനസ്സിൽ എന്നെ തുറച്ചു നോക്കുന്ന അമ്മച്ചിയുണ്ട് മറ്റൊരിടവയിൽ. അമ്മച്ചിക്ക് ഏതാണ്ട് ഒരു 90 വയസ്സ് കാണും. എല്ലാ ദിവസവും പള്ളി വരും. ഞാൻ അമ്മച്ചി ഒരു ദിവസം പറഞ്ഞു, അമ്മച്ചി ഇനി പള്ളി വരേണ്ടത്, ഇത്രയും പ്രായമായി, ഇനി വരാൻ പാടില്ല, വീട്ടിൽ പ്രാർത്ഥിക്കാം, കൊന്തയില്ല. എന്നെ ഒരു നോട്ടം നോക്കിയിട്ട് ഞാൻ ദഹിച്ചു പോയി. ഞാൻ പറഞ്ഞു, അമ്മച്ചി സമ്മതിച്ചു, പോരെ, എന്നും പോരെ. ആ അമ്മച്ചി 4 മണിക്ക് എഴുന്നേക്കും, കാലക്കടയാന്നിരിക്കും ഇങ്ങനെ. മരുമോടെ പണി അറിയാവോ? 1/2 മണിക്കൂർ കാല് തിരുമുവാണ്. തിരുമ്മി 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 ആ കാല് നേരെയാക്കും. മരുമോടെ പണിയാ. നിങ്ങൾ ചെയ്യുമോ അങ്ങനെ? ഈ 1/2 മണിക്കൂർ തിരുമ്മി, 1/2 മണിക്കൂർ അല്ല, ഞാൻ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇത്രയും സമയം തിരുമ്മി ഈ അമ്മച്ചി എഴുന്നേറ്റ് കുളിച്ച് ഒരുങ്ങി ഒറ്റ പോക്ക പള്ളിയിലേക്ക്. അമ്മച്ചി ഞാൻ പറഞ്ഞത്, അമ്മച്ചി നീ പള്ളി വരരുതാ. എന്റെ പ്രിയ സഹോദരങ്ങളെ, കൗദാശിക ജീവിതത്തിന് നല്ല പ്രാധാന്യം കൊടുത്ത് പരിപൂർണം വിശദീകരിക്കപ്പെടാനിടയാകണം. നമ്മുടെ ചെറിയ തിന്മകളെ കണ്ടെത്താനും വിശദീകരിക്കപ്പെടാനും ദൈവം ഒരുക്കിയ കൗദാശിക ജീവിതമാണ്. കൂദാശ കേട്ടിട്ടില്ലേ? കൂദാശ എന്താ അർത്ഥം? കൂദാശ എന്ന വാക്കിന് അർത്ഥം എന്താ? വിശുദ്ധീകരിക്കുന്ന കർമ്മം എന്നാണ്. കൂദാശ എന്ന വാക്കിന് ലത്തീൻ കുർബാന അങ്ങനെയല്ലേ പറയുന്നത് അല്ലേ? കൂദാശ അല്ലേ? കൂദാശ എന്ന് പറഞ്ഞാൽ, സക്രമെന്റ് എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരിക്കുന്ന കർമ്മം എന്നാണ്. നമ്മെ ആ കർമ്മം, ആ കൂദാശ വിശുദ്ധീകരിക്കുന്നു. അങ്ങനെ വിശുദ്ധീകരിച്ച് കഴുകി കളഞ്ഞു പോകണം നമ്മൾ. ഒരു ദൈവാലയത്തിലേക്ക് ഒരു ഭക്തൻ കടന്നു വരുമ്പോൾ, ഒരു വിശ്വാസി കടന്നു വരുമ്പോൾ 3 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ദൈവാലയത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ പരിശുദ്ധി തിരിച്ചറിയും. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധി തിരിച്ചറിയാൻ തക്ക വിജയത്തിൽ വേണം വരാൻ വേണ്ടി. നോക്കുമ്പോൾ എൻ്റെ ഇടവയിലേക്ക് പോവുക. എൻ്റെ ഇടവയിൽ കുറെ അമ്മച്ചിമാരുണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്. രാവിലെ പള്ളി വരും. എനിക്ക് 5:30 ആരാധനയാണ് പള്ളിയിൽ. 5:30 ആരാധനയ്ക്ക് ഒരു 10 മിനിറ്റ് മുമ്പേ കുറെ അമ്മച്ചിമാർ വരും, ചേട്ടന്മാരൊക്കെ ഉണ്ട്. വണ്ടി നിറക്കിയിട്ട് പള്ളിക്ക് വരെ, പള്ളിയിലേക്ക് വരുന്നതിനും വരെ ഭയങ്കര ഒച്ചപ്പാട് ബഹളമാണ്. ഭയങ്കര ബഹളമാണ്. വഴക്കൊന്നുമില്ല, സംസാരിക്കുന്ന നമ്മുടെ ചേട്ടന്മാരല്ലേ, ചേച്ചിമാരല്ലേ, വലിയ ഒച്ച സംസാരിക്കുക. എന്നിട്ട് ആ ദേവാലയത്തിന്റെ അങ്ങനത്തേക്ക് വന്ന് പള്ളി കയറുന്ന സമയം വരെ സംസാരമാണ് ഒച്ചത്തിൽ. ഒരു ദിവസം ഞാൻ പറയും, നിനക്ക് നാണമില്ലേ? എന്തിനെങ്കിലും വരുന്നേ? കർത്താവിന്റെ വചനം ധ്യാനിച്ച് ദൈവസ്നേഹം നുകർന്ന ഉള്ളിൽ ഈശോയെ കൊണ്ട് വന്നാലേ ഈ ബലിക്ക് അർത്ഥമുള്ളതാണ്. മേലാൽ ഇനി പള്ളി വരുമ്പോ നിങ്ങൾ ബഹളം വെച്ച് ഒച്ചപ്പാടും വെച്ച് വരരുത്, ശാന്തമായിട്ട് പറയണം. എൻ്റെ അമ്മ ഉദാഹരണം ഞാൻ പറഞ്ഞു കൊടുത്തു. എൻ്റെ അമ്മ മരിച്ചുപോയി, 5 വർഷം മരിച്ചിട്ട്. ഈ അമ്മച്ചി രാവിലെ പള്ളി വരുമ്പോ നേരുത് കവണിയാ നേരുത് അല്ലേ, അതങ്ങ് ചുറ്റിയിട്ട് ആ കവണി ഫ്രണ്ട് വാശത്ത് ഒരു കറുത്ത കൊന്ത, അന്ന് കറുത്ത കൊന്തയ്ക്ക് ഡിമാൻഡ്, ഒരു കറുത്ത കൊന്ത അമ്മച്ചിക്കുണ്ട്. ആ കൊന്ത പിടിച്ച് കവണി ഇങ്ങനെ ഇട്ടിട്ട് ഒറ്റ പോക്കാണ് പള്ളിയിലോട്ട്. എൻ്റെ മനസ്സിലെ അമ്മച്ചി അതാന്നേ. ബഹളം വെച്ച് ഒച്ചപ്പാടും വെച്ച് കാക്കരി ഊക്കരി പറഞ്ഞ് പള്ളി പോകുന്ന അമ്മച്ചി അല്ല എൻ്റെ മനസ്സിലുള്ളത്, എൻ്റെ അമ്മ. അതുപോലെ വന്നാലേ കൃപ കിട്ടുള്ളൂ. ദൈവാലയത്തിൽ വന്ന് ആ പരിശുദ്ധിയിൽ ഭാഗമാക്കാൻ വേണ്ടി വരുന്നതാ. അപ്പോ ദൈവാലയത്തേക്ക് വരുന്ന വ്യക്തിയിൽ ദൈവം നിറയ്ക്കുന്ന ഒന്നാമത്തെ ബോധ്യം എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധി.
രണ്ടാമത്തെ കാര്യം, ആ പരിശുദ്ധിയിലേക്ക് നമ്മെ ഭാവമാക്കി നമ്മെ വിശുദ്ധീകരിക്കുകയാണ് കർത്താവ്. ദൈവമേ സ്തോത്രം, മഹത്വം, ഹല്ലേലൂയ പറഞ്ഞ് പോയപ്പാര അതുവഴി ഒരു പടി കടന്ന് അതിലൂടെ ഞാൻ വിശുദ്ധീകരിക്കപ്പെടണം. രണ്ട് കാരണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തടച്ചോളാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിലേക്ക് വരുമ്പോ ആ വ്യക്തി ദൈവത്തിന്റെ പരിശുദ്ധി തിരിച്ചറിയണം. രണ്ട്, അവിടുത്തെ സ്പർശനത്താൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെടണം. ആ പരിശുദ്ധി ഞാൻ ഭാഗമാക്കാങ്ങണം. മൂന്ന്, ആ പരിശുദ്ധിക്കനുസരിച്ച് ഞാൻ ജീവിക്കണം. ഇതിനുവേണ്ടി നമ്മൾ പള്ളി വരുന്നേ. മറ്റെവിടെയെങ്കിലും മടക്കൂല അത്. പ്രിയ സഹോദരനെ, കൗദാശിക ജീവിതം വളരെ ശ്രദ്ധയോടെ അത് പങ്കെടുത്ത് യോഗ്യതയോടെ കുർബാന സ്വീകരിക്കുക. ഏറ്റവും മിനിമം മാസം ഒന്നെങ്കിലും കുമ്പസാരിക്കണം. ആഴ്ച ഒന്ന് കുമ്പസാരിക്കണം എന്ന് പറയാൻ എനിക്ക് ഇഷ്ടം. ഞാനങ്ങനെ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ്. അപ്പൊ ആഴ്ച ഒന്നും വേണ്ട, മാസം ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരമ്മച്ചി എന്ന് കുമ്പസാരിക്കാൻ വന്നു. കുമ്പസാരത്തെ രഹസ്യമൊന്നുമല്ല ഇത് പറയുന്നത്. അപ്പോൾ അമ്മച്ചി ഓടി വന്ന് കുമ്പസാരിച്ച് അമ്മച്ചിക്കൊന്നും പറയാനൊന്നുമില്ല. എൻ്റെ അമ്മച്ചി വന്നേ, അച്ഛനവിടെ ഉണ്ടല്ലോ, അച്ഛനെ കണ്ടപ്പോൾ ഒന്ന് കുമ്പസാരിച്ചേക്കാൻ തോന്നി. അങ്ങനെ കുമ്പസാരിക്കരുത്. നല്ലപോലെ ഒരുങ്ങി സമയമെടുത്ത് പ്രാർത്ഥിച്ച് ലഘുപാപങ്ങൾ കണ്ടെത്തി കുമ്പസാരിക്കുക. ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അറിയാമോ? ഒരു പാപം ഞങ്ങൾക്ക് അറിയില്ല. ദൈവം കർശനമായിട്ട് പറഞ്ഞത് പാപം ആരും പറയാറില്ല പൊതുവെ. എന്നറിയാമോ? ഉദപ്പിന് കാരണമായി എന്ന പാപത്തിന് ദൈവം നൽകുന്ന ശിക്ഷ എന്താണ്? കഴുതിയുടെ തിരുകല്ല് കെട്ടി കടലിന്റെ ആഴത്തിലേക്ക് തള്ളിക്കളയണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കുമ്പസാരിക്കുന്നത് പറയാറുണ്ടോ? ഉണ്ടോ? നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ജീവിത ശൈലി, നമ്മുടെ നടപ്പും ഇരിപ്പും കിടപ്പും എല്ലാം മറ്റുള്ളവർക്ക് ഉദപ്പിന് കാരണമാകുന്നെങ്കിൽ കുറെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് പോയാൽ പോരാ. നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ സംസാരിച്ച വിഷയങ്ങൾ മറ്റുള്ളവർക്ക് അശുദ്ധിക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറഞ്ഞ് കുമ്പസാരിക്കണ്ടേ? ഞാൻ എൻ്റെ പ്രവൃത്തി കൊണ്ട് ഉദപ്പിന് കാരണമായിട്ടുണ്ട്. ഉദപ്പ് പറഞ്ഞേ, ഉദപ്പ് സ്കാൻഡൽ എന്ന് പറയും, ഇംഗ്ലീഷ് സ്കാൻഡൽ. അപ്പോ ഉദപ്പിന് കാരണമാകുന്ന കാര്യങ്ങൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ഏറ്റു പറഞ്ഞ് കുമ്പസാരിക്കണം. അതിങ്ങനെ കിടക്കുക നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അത് ഫലമെന്ന് ഓർത്തോണം. പിതാക്കന്മാർ പ്രഖ്യാപിക്കുന്ന കാര്യമാണ് പൂർണ്ണ ദണ്ഡവിമോചനം. കേട്ടിട്ടില്ലേ? ദണ്ഡവിമോചനം അറിയാമോ? എന്താണ് ദണ്ഡവിമോചനം? പൂർണ്ണ ദണ്ഡവിമോചനം ഏറ്റത് പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു പറയാം. എന്നാണ് ഈ ദണ്ഡവിമോചനം? ഇടയ്ക്കെല്ലാം പിതാക്കന്മാരിങ്ങനെ പറയുന്നുണ്ട്, ദണ്ഡവിമോചനം പറയാവോ? മച്ചി പച്ച പറഞ്ഞു. കാലത്തിനടുത്ത ശിക്ഷയിൽ നിന്നുള്ള മോചനം. അതെന്നാക്കറിയ? കുംഭസാരത്തിൽ പാപമോചനം ഇല്ലതിന്, അതിന് ആ സംഭവത്തിന് അറിയോ? എനിക്ക് ചേട്ടൻ്റെ പേരെന്താ ചേട്ടൻ്റെ? ശരിയാണ് അല്ലേ? എനിക്ക് ചേട്ടനോട് നല്ല സ്നേഹമാണ്, നല്ല ശ്രദ്ധിച്ചിരിക്കുന്നു കേട്ടോ, നല്ല ശ്രദ്ധയൊക്കെ ഉണ്ട്. ഇടയ്ക്ക് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അടുത്ത് വന്നിട്ട് ഒറ്റടി തന്നിരുന്നു. എനിക്ക് ദേഷ്യം വന്നിട്ടാണ്. അയ്യോ പാവം ചേട്ടൻ പാവമാണ്, ഞാൻ അടിച്ചല്ലോ, മോശമായിപ്പോയി. ഒരു ദിവസം കുർബാന എല്ലാം വേണ്ടി പോന്നപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ ചേട്ടനാ. ഈ ചേട്ടനെ ഞാൻ അടിച്ചല്ലോ, എന്നാ പിന്നെ കുമ്പസാരിച്ചേക്കാം. പോയി ഞാൻ കുമ്പസാരിച്ചു.
പോയി കുമ്പസാരിച്ചു, ഒരുങ്ങി, നല്ലപോലെ ഒരുങ്ങി, നല്ല ഒരുങ്ങി കുമ്പസാരിച്ചു. എനിക്ക് പൂർണ്ണമായിട്ടുള്ള പാപമോചനം കിട്ടിയോ? ആലോചിച്ച് പറയണം. കിട്ടിയോ? നല്ല ശ്രദ്ധിച്ചേ, നല്ലപോലെ ഒരുങ്ങി പശ്ചാത്തപിച്ച് നല്ല മനസ്സോടെ ഒരു വിശുദ്ധനായ അച്ഛനടുത്ത, അച്ഛന്മാരുടെ പോലെ തന്നെയാണ്, ചെന്ന് കുമ്പസാരിക്കുക. എന്നിട്ട് ഞാൻ വിനർപ്പിക്കാൻ പോയി. ആ പാപത്തിന് മോചനം കിട്ടിയോ എനിക്ക്? ഇല്ലേ? കിട്ടിയില്ലേ? നിത്യരക്ഷ കിട്ടും എനിക്ക്, ഉറപ്പാ. പക്ഷേ ഒരു താമസമുണ്ട്. ആ കുമ്പസാരത്തിലൂടെ നിങ്ങളുടെ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ച്, ഞാൻ കേൾക്കണേ, ശരിക്കും നിങ്ങൾ പഠിച്ചോണേ കാര്യങ്ങൾ, ശരിക്കും പഠിച്ചോണേ. ഇത് നല്ലപോലെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ ഇത് കാര്യം. ഞാൻ ശരിക്കും ഒരുങ്ങി കുമ്പസാരിച്ചു, പശ്ചാത്തപിച്ചു. വീണ്ടും ആ ചേട്ടനെ അടിക്കുകയെല്ലാം തീരുമാനിച്ചിരിക്കുക. ഒരു കാരണവശാലും വഴക്കുണ്ടാക്കുകയല്ല, തീരുമാനിച്ചു. പക്ഷേ അങ്ങനെ പോയി കുമ്പസാരിച്ചാലും എൻ്റെ പാപം പരിപൂർണമായിട്ട് മോചിക്കപ്പെട്ടിട്ടില്ല. എന്താ കാരണം? ആ ചേട്ടനുണ്ടായ അപമാനം, അടിച്ചപ്പോൾ പല്ല് പുറന്ന് പോയി, ഹോസ്പിറ്റലിൽ പോയി, അവിടെ പോയി ചികിത്സിച്ചു, വലിയ മാനഹാനി ഉണ്ടായി. ഈ മാനഹാനിക്ക്, ഈ നഷ്ടത്തിന് പരിഹാരമായോ? പരിഹാരമായോ? ഇല്ല. അതിന് പരിഹാരം ചെയ്യണം നമ്മൾ. എങ്ങനെയാണ്? അതിനാണ് പൂർണ്ണ ദണ്ഡമോചനം എന്ന് പറയുന്നത്. പഠിച്ചോ? ഞാനത് പറയാൻ നല്ലത്, എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് തോന്നിച്ച് പറയുന്നതാണിത്. നിങ്ങളിൽ പലരും ആ അവസ്ഥയിലുണ്ടെന്നേ. നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട് അനേകർക്ക് അഭിമാനക്ഷതം ഉണ്ടായിട്ടുണ്ട്, നാണക്കേട് വരുത്തിയിട്ടുണ്ട്. ഞാൻ കാരണം പൊട്ടൻ, ചട്ടൻ, ഭ്രാന്തൻ. തക്ക ശിക്ഷ കിട്ടും, ഓർത്തോണം. ഒരു അനുഭവം പറയാം. ഞാൻ മുൻപൊരു ഇടവകയിലായിരുന്നു. ഇപ്പം ശരിക്കും കേട്ടോണം കേട്ടോ, പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ മനസ്സിലായ സംഭവം. ഒരു ചേട്ടൻ, നല്ല ചേട്ടനാണ്. ചേട്ടൻ മിക്കവാറും ഭക്ഷണം എടുത്തിട്ട് നല്ല ഒന്നാന്തരം കപ്പയൊക്കെ വേവിച്ച്, ഞങ്ങൾ നാടൻ ചേട്ടന്മാരല്ലേ, പച്ചക്കപ്പ വേവിച്ച് പിന്നെ നല്ല കറിയൊക്കെ ഉണ്ടാക്കി, പോത്തരച്ചൊക്കെ ഉണ്ടാക്കി കൊടത്തരും. ആ ഇടയ്ക്ക് ഇങ്ങനെ പുള്ളി കൊടത്തരും. എനിക്ക് സന്തോഷം. ആ മനുഷ്യൻ നല്ല പാവ മനുഷ്യനാണ്. എനിക്ക് ഗവൺമെൻറ് ഭക്ഷണമുണ്ട്, എനിക്ക് കുഴപ്പമൊന്നും. പക്ഷേ അയാൾക്ക് അത് താല്പര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ചെവി ഇച്ചിരി മുഴുത്തതാ. ഇച്ചിരി മുഴുത്തതല്ല, കുറച്ചേറെ ഇത്രയുണ്ട് ചെവി ഒരെണ്ണം. എനിക്ക് ചോദിച്ചാൽ കാണാം. അപ്പം അവിടെ ഞാൻ സ്ഥലം വെച്ച് അങ്ങോട്ട് പോവുകയാണ്, വേറെ സ്ഥലത്തേക്ക് പോവാം. അപ്പം ഈ ചേട്ടാ, ഈ ചെവി എന്നാ ഇങ്ങിരിക്കുന്നേ എന്ന് ചോദിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ ചോദിക്കാൻ അഭംഗിയില്ല, ഒരു അഭംഗിയില്ല, അത് ശരിയല്ല അത്. പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നുവാണ്, ഇങ്ങനെ ഈ വചനം പറയാൻ പോകുന്നതായിരിക്കാം, എനിക്ക് ഈ ചോദ്യം ഒന്ന് മനസ്സിൽ. ചേട്ടാ, ഒന്നും ഓർക്കല്ലേ, ഈ ചേട്ടൻ്റെ ചെവിക്ക് എന്നാ വെച്ചതാ? ഈ ഇവിടുത്തെ ചെവി. അദ്ദേഹം കരഞ്ഞു. നല്ലപോലെ ആ പാവം 10-65 വയസ്സുള്ള മനുഷ്യൻ എൻ്റെ അടുത്തിരുന്ന് കരഞ്ഞു. എന്നാ ചേട്ടാ, കരയാൻ ചോദിച്ചതല്ല ഞാൻ. വിഷമമായോ? ക്ഷമിക്കണം കേട്ടോ. അല്ല ചാ, ഞാൻ പറയാം. എൻ്റെ അലക്കത്ത് എനിക്കൊരു പേരപ്പനുണ്ടായിരുന്നു. പേരപ്പനും എൻ്റെ ചാച്ചിലോ വഴക്കുണ്ടാക്കി, വല്ലാതെ വഴക്കുണ്ടാക്കി, അസഭ്യം പറഞ്ഞു. എൻ്റെ അലക്കത്തെ എൻ്റെ പേരപ്പൻ്റെ ചെവിക്ക് ഇത്തിരി വലിപ്പം കൂടുതലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഭിത്തിയിൽ, എൻ്റെ മുറ്റത്തെ ഭിത്തി എഴുതി വെച്ചു, അദ്ദേഹത്തെ ഭിത്തി എഴുതി വെച്ചു, പാളച്ചെവിയൻ, വലിയ ചെവിയൻ, ഇങ്ങനെ ആ ചേർത്ത് സങ്കല്പിച്ചു. ഞാൻ ഇത്ര പറഞ്ഞുള്ളൂ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം ആ ചേട്ടൻ്റെ പേരപ്പൻ്റെ ഭിത്തിയിൽ കൊണ്ട് എഴുതി വെച്ചു. നിങ്ങൾ വിശ്വസിച്ചാലില്ല, കുഴപ്പമില്ല. പിറ്റേ ദിവസം മുതൽ ഈ ചേട്ടൻ്റെ ചെവി വളർന്നു വന്നു. പേരപ്പൻ്റെ ചെവി പോലെ അല്ലത്, വലിയ ചെവി കിട്ടി. പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണ്ടേ? എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടി, കർത്താവ് സ്നേഹിക്കുന്ന മക്കൾ. ഞാനും നിങ്ങൾ എല്ലാവരും ഒരുപോലെയാണ്.
ഞാൻ പുരോഗതിനാൽ മാത്രമേ ഉള്ളൂ. നമ്മെ എല്ലാം കർത്താവ് വിളിച്ച് വിശുദ്ധിയിലേക്ക് വിളിച്ചിരിക്കാം. എൻ്റെ പള്ളിക്കടുത്ത് ഒരമ്മച്ചിയായിരുന്നു. അമ്മച്ചി അത് നമ്മുടെ സഭയപ്പെട്ടതല്ല, ഓർത്തഡോക്സ്. അപ്പൊ അവിടുത്തെ അച്ഛന്മാർ കല്യാണം കഴിക്കുന്ന അച്ഛന്മാരാ, വിവാഹം കഴിക്കും. സമയം പോയോ? വിവാഹം കഴിക്കും. പക്ഷെ ഈ അച്ഛനൊരു വിഷയമാണ്. അച്ഛൻ്റെ കയ്യിൽ ചെറിയ പാടുണ്ട്, വെള്ളപ്പാടുണ്ട്. ഈ അമ്മച്ചിക്ക് ഈ വെള്ളപ്പാണ്ടുള്ള അച്ഛൻ, വെള്ളപ്പാടില്ല ചെറിയതേ ഉള്ളൂ കയ്യേല്, പക്ഷെ കുർബാന കൊടുക്കുമ്പം ഈ ചൂണ്ടുപറലിൻ്റെ അറ്റത്തായി ഈ വെള്ളപ്പാണ്ട്. അതുകൊണ്ട് ഈ അമ്മച്ചി കുർബാന സ്വീകരിക്കല. ഏതാനും ദിവസങ്ങൾ, മാസങ്ങൾ, വർഷം കഴിഞ്ഞു. ഈ അമ്മച്ചിയെ കണ്ടപ്പോൾ അമ്മച്ചി മുഴുവൻ വെളുത്തതാ, വെള്ളപ്പാണ്ട്. ഈ അമ്മച്ചിക്ക് മുഴുവൻ ദേഹം മുഴുവൻ ഈ പാണ്ടിന്റെ രസമാണ്. ഞാൻ പറയും, ഈ അമ്മച്ചി അച്ചരിഞ്ഞ് പൗരോഗത്തെ സ്വീകരിച്ച് അച്ചരിഞ്ഞ് കുർബാന സ്വീകരിക്കാത്തതുകൊണ്ടാണ് സംഭവിച്ചത് ഞാൻ പറഞ്ഞു വെക്കുന്നില്ല. പക്ഷേ ദൈവം നൽകിയ അടയാളങ്ങളാണ്. ദൈവം നമുക്ക് വെച്ച് നീട്ടുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ പ്രിയ മക്കളെ അടയാളങ്ങളാണെന്ന് തിരിച്ചറിയേ. അടയാളങ്ങൾ മനസ്സിലാക്കണം നമ്മൾ. കാലത്തിൻ്റെ അടയാളങ്ങൾ ഈശോ ചോദിച്ചില്ലേ, എന്താണ് ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ അടയാളങ്ങൾ ഗ്രഹിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ദൈവം നമ്മോട് ഇടപെടുന്ന സാഹചര്യങ്ങൾ, അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാൻ പറ്റണം. പറ്റുന്ന നന്മകൾ ചെയ്യുന്നേ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നന്മയെ നിറയപ്പെട്ട മനസ്സിലേക്ക് ഒരിക്കലും തിന്മ കടന്നു വരികയില്ല. ആ നന്മയുടെ നിറവഞ്ഞെന്ന് കഴിയുന്ന നന്മകൾ ചെയ്യണം. അടുത്തല്ലേ കൃപാസനം, അടുത്തല്ലേ ഇവിടെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ എന്താ പറയുന്നത്? നന്മകൾ ചെയ്യുക, 2 ആഴ്ച കുമ്പസാരിക്കുക, കുർബാന മുടക്കാതെ പങ്കെടുക്കുക, ഇതൊക്കെയല്ലേ അവിടെ പറയുന്നത്. വേറെ രഹസ്യമൊന്നുമില്ല അവിടെ. അപ്പൊ പറ്റുന്ന നന്മകൾ ചെയ്യുക, സമയം ചെലവഴിക്കുക. എൻ്റെ സമയത്തിന് ദശാംശം എന്ന് പറയുമ്പോൾ സമയത്തിന്റെ പണത്തിന്റെ മാത്രമല്ല, സമയത്തിന്റെ, അറിവിന്റെ, കഴിവിന്റെ ഒക്കെ ദശാംശം മാറ്റി വെക്കണം. നമ്മൾ വചനം വായിക്കാനും പഠിക്കാനും സമയം കണ്ടെത്തണം. എല്ലാത്തിനും അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കണം. നമുക്ക് സ്വീകാര്യമായ ഒത്തിരി കാര്യങ്ങളുണ്ട്, അനുവദനീയവുമാണ്. അപ്പോസ്തലൻ പറയുന്നുണ്ട്, 1 കൊരിന്തോസ് 10:23, 1 കൊരിന്തോസ് 10:23 അവിടെ പറയാണ്, എല്ലാ കാര്യങ്ങളും എല്ലാം നമുക്ക് അനുവദനീയമാണ്, പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മെ പടുത്തുയർത്തുന്നില്ല. അനുവദനീയമായ കാര്യങ്ങൾ, നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ആത്മീയമായി നമ്മെ പടുത്തുയർത്തുകയില്ല എന്ന് കൂടി നിങ്ങൾ തിരിച്ചറിയണം. ആത്മീയമായി പടുത്തുയർത്തുന്ന ബന്ധങ്ങൾ നമുക്ക് വേണം. നമുക്ക്. നിങ്ങൾക്കറിയാലോ, റെയിൽവേ സ്റ്റേഷൻ, ഞാൻ ഈ പോകുന്ന വഴിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ എല്ലാവരും കുനിഞ്ഞിരിക്കാം, മൊത്തം എല്ലാവരും കുനിഞ്ഞിരിക്കുക, മൊബൈലിൽ നോക്കി ഇരിക്കുകയാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല. ഒരു 95% പേരും കുനിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കുനിഞ്ഞ് നമ്മുടെ മനസ്സങ്ങ് ചുരുങ്ങിപ്പോയി, നമ്മിലേക്ക് ഒതുങ്ങിപ്പോയി. അത് വിശാലമാക്കണം. നമുക്ക് അതിരുകൾ വിശാലമാക്കണം. സഹത്തിന്റെ അതിരുകൾ. സഹമില്ലെങ്കിൽ അല്ലേ എന്നായി തീരും? ചലങ്ങുന്ന കൈത്താളം, ചങ്ങല പോലെ തീരും, അർത്ഥമില്ല വരും. 1 കൊരിന്തോസ് അധ്യായം 13 അധ്യായം മുഴുവൻ വായിക്കാം നിങ്ങൾ പോയിട്ട്. സ്നേഹത്തിൽ അധ്യക്ഷിതമായിട്ടുള്ള ജീവിതം. അവിടെ പറ്റുന്ന നന്മകൾ ചെയ്യാൻ പരിശ്രമിക്കുക, എന്നെ സമയം ചെലവഴിക്കുക, എന്നെ പണം ചെലവഴിക്കുക. അങ്ങനെ കർത്താവ് നൽകുന്ന കാര്യങ്ങൾ വേണ്ട പോലെ വിശുദ്ധിയോടെ ഞങ്ങൾ കൈകാര്യം ചെയ്യണം. നിസ്സാരമായ കാര്യമാണെന്ന് വിചാരിച്ചു പോകരുത്. മോശ എങ്ങനെ ശിക്ഷിക്കപ്പെട്ടത്? സംഖ്യയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് നമ്മൾ. വനഭൂമിയിലുള്ള യാത്രയിൽ ദൈവജനം പിറുവിർത്തു, വെള്ളമില്ല. മരുഭൂമി കടന്ന് പോവുകയാണ്, കാൽദേശിലൂടെ കടന്നു പോവുക, വെള്ളമില്ല. ഞങ്ങൾ എന്തിനാ കൊണ്ടുവന്ന ഇങ്ങോട്ട്? ഈ വെള്ളം കുടിക്കാതെ മരിക്കാൻ വേണ്ടിയാണോ ബഹളം വെച്ചവര്? മോശക്കെതിരെ ശബ്ദം ഉയർത്തി. മോശക്ക് നല്ല മോശക്ക് ദേഷ്യക്കാരനാണ്. സൗമ്യനാണെങ്കിൽ ദേഷ്യക്കാരൻ വിളിക്കും. ദൈവം പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, നീ വടിയെടുക്ക, നീ വടിയെടുത്തിട്ട് ആ പാറയോട് നീ കൽപ്പിക്കുക,
അപ്പോൾ വെള്ളം വരും. മോശ പതിവ് പോലെ നല്ല പരിചയമാണ് ഈ വടി പ്രയോഗം. മുമ്പ് പുറപ്പാട് പുസ്തകത്തിന്റെ ആരംഭത്തിൽ തന്നെ മോശയ്ക്ക് അത് അറിയാം കൃത്യമായിട്ട്. സംഖ്യാപുസ്തകം അധ്യായം 20 വാക്യം 12 കാണാം. അതൊക്കെ സംഖ്യ അധ്യായം 20 കാണാം. മോശയോട് ദൈവം പറഞ്ഞു, നീ കൽപ്പിച്ചാൽ മതി. വടിയെടുത്തു, പക്ഷെ നീ കൽപ്പിച്ചാൽ മതി. മോശക്ക് ദേഷ്യം വടിയെടുത്ത ഒറ്റടിയാണ്. പാറയിൽ ഇഷ്ടം പോലെ വെള്ളം വന്നു. പക്ഷേ അവിടെ ദൈവം കൊടുത്ത ശിക്ഷ, നീ വാഗ്ദത്ത സ്ഥലത്ത് നീ പ്രവേശിക്കുകയില്ല, നീ വിശ്വസ്തനല്ലെന്ന് പറഞ്ഞു. നീ വിശ്വസ്തനല്ലാതെ പ്രവർത്തിച്ചത് കൊണ്ട് നിനക്ക് കനാൻ ദേശം കാണാൻ പറ്റുള്ളൂ, പക്ഷെ കടക്കാൻ പറ്റില്ല. നെബോ മലയുടെ മുകളിൽ നിന്ന് മോശ കനാൻ ദേശം കണ്ടു അത്രേ. നോക്കി എന്തുമാത്രം നന്മകൾ ചെയ്ത് ആ സമൂഹത്തെ നയിച്ച് പഠിപ്പിച്ച് വിശദീകരിച്ച് കൊണ്ടുവന്ന ആ മനുഷ്യന് നിസ്സാരമാണെന്ന് നമ്മൾ തോന്നുന്ന കാര്യം ചെയ്യാതിരുന്ന പേരിൽ കനാൻ ദേശം പോലും കാണാൻ പറ്റിയില്ല. മോശയോട് ദൈവം സംസാരിച്ചില്ലേ? സൗമ്യനായ മനുഷ്യൻ തന്നെ പറയുന്ന വചനം. അതുകൊണ്ട് ഞാൻ പറയുന്നറിയാമോ, നമ്മൾ ആത്മീയ ജീവിതത്തിൽ ഈ യാത്രയിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഗൗരവമായി കാണാത്ത പല കാര്യങ്ങളുമാണ് നിങ്ങളെ തകർക്കുന്നത്. തിരിച്ചറിയണം നമ്മളത്. ഗൗരവമായിട്ടുള്ള മാരകമായ പാപങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുക, ലഘു പാപങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത്. കുമ്പസാരയ്ക്ക് ഏറ്റു പറയണം നമ്മൾ. അലസത, മടി, അഹങ്കാരം, ഈ തരത്തിലുള്ള മൂലപാപങ്ങൾ. അലസത വെടിഞ്ഞ് സ്വാർത്ഥത വിട്ട് ദാസനായി തീരുക. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. ദൈവം തന്നെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, അമ്മ പറഞ്ഞല്ലേ. അതുകൊണ്ട് എളിമയോടുകൂടി കർത്തൃസന്നിധിയിൽ നിൽക്കുക. അഹങ്കാരം വിട്ട് എനിക്കെല്ലാം കഴിയുമെന്ന് ചിന്ത വിട്ടിട്ട് എളിമയോടുകൂടി കർത്താവിന്റെ മക്കളിരിക്കണം. എൻ്റെ അടുത്തിടവകയിൽ ഒരു മനുഷ്യൻ, അദ്ദേഹം വലിയ സമ്പത്തുള്ള മനുഷ്യനാണ്, ഭയങ്കര സമ്പന്നനാണ്. പള്ളി പണിയാണ്, എൻ്റെ പള്ളി എല്ലാം അടുത്തൊരു പള്ളി പണിതാണ്, അതുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പള്ളി പണിയെ പൂർത്തിയായപ്പോൾ സെമിത്തേരിയും പണിയുന്നുണ്ട്. സെമിത്തേരി സോറി അച്ഛടുത്ത് വെച്ചാൽ പള്ളി പണിയൊക്കെ പൂർത്തിയാകാൻ പോലെ ഈ സെമിത്തേരിയിൽ ആദ്യം സംസ്കരിക്കുന്ന വ്യക്തി ആരായാലും അവൻ്റെ മുഴുവൻ ചെലവുകളും ഞാൻ ചെയ്യും. ഏതാണ്ട് 3 ലക്ഷം രൂപയോളം വേണം കിട്ടാൻ വേണ്ടി, കുടുംബക്കളുടെയാണ് അനുബന്ധ ചെലവുകൾ. അങ്ങനെ 3-4 ലക്ഷമൊക്കെ വേണം. എത്ര പൈസ ആയാലും വേണ്ടില്ല, ഞാൻ ആ പൈസ മുഴുവൻ തരാം. അഹങ്കാരിയുടെ വാക്കുകൾ. പള്ളി വെഞ്ചരിച്ചു, ചെമിത്തേരി വെഞ്ചരിച്ചു. ആദ്യത്തെ അടക്കം ഈ മനുഷ്യന്റെ ആയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയുന്ന വാക്കുകൾ അഹങ്കാരം വെടിഞ്ഞ് ദാസ്യ മനോഭാവത്തോടുകൂടി ദൈവത്തിന് പക്കം നിന്നാൽ മാത്രമേ എൻ്റെ പ്രിയ മക്കളെ കർത്താവ് നമുക്ക് തരൂ. ഉള്ളവന് വേണ്ട ആവശ്യമില്ല. എനിക്കുണ്ട്, പിന്നെന്തിനാ വാക്കേണ്ട ആവശ്യമില്ല, എനിക്കുണ്ടല്ലോ. ഇല്ലാത്തവരിലേക്കാണ് ദൈവം സമർത്ഥമായിട്ട് വർഷിക്കുന്നത്. അതുകൊണ്ട് ഒരു ദാസ്യ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ പുലർത്തണം. അപ്പോൾ കൗദാശ ജീവിതത്തിലൂടെ, പ്രാർത്ഥനാ ജീവിതത്തിലൂടെ, ത്യാഗനിർഭരമായ ജീവിതത്തിലൂടെ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ചെറുപുഴ അടുത്തൊരു ധ്യാന സെൻ്റർ ഉണ്ട്. അവിടെ ചെറിയ വചനം കൊടുത്തോണ്ടിരിക്കുക. അവിടെ 500ഓളം പേരാണ്. ഇത് വലിയ ഹാളാണ്, നിറച്ചിന് ആളുണ്ട്. 500ഓളം പേര് വരും. എനിക്ക് ബൈ ചാൻസ് ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങൾ ജപമാല ചെല്ലാറുണ്ടല്ലോ? അതുകൊണ്ട് ഈ ജപമാല ചെല്ലുമ്പോൾ നിങ്ങൾ എത്ര പേര് മുട്ടിമേൽ നിന്ന് അല്ല കൈ വിരിച്ച് പിടിച്ച എത്ര പേര് ജപമാല ചെല്ലാറുണ്ട്? അങ്ങനെ എന്തോ ഞാൻ ചോദിക്കാൻ എനിക്ക് തോന്നി, ഞാൻ ചോദിച്ചു. കൈവെക്കാൻ പറഞ്ഞു. മുട്ടിയിൽ നിന്ന്, എല്ലാ രഹസ്യം വേണ്ട, ഒരു രഹസ്യമെങ്കിലും, മുട്ടിമേൽ നിന്ന് കൈ വിരിച്ച് ത്യാഗപൂർവം ജപമാല ചെല്ലുന്ന എത്ര പേരുണ്ട്? ആ 500ഓളം പേരുള്ള ആ ഗ്രൂപ്പിൽ 7 പേരുണ്ടായിരുന്നു. 7 പേര്. അപ്പൊ നമ്മൾ സുഖകരമായി ഇങ്ങനെ പ്രാർത്ഥിക്കുക. ചെന്നു, ഇരുന്നു, ഒന്നെടുത്തു, ചാരി ഇരുന്നു, പ്രാർത്ഥന ഇല്ലേ, പ്രാർത്ഥന എത്തിക്കുക. നിങ്ങൾക്ക് ഭാഷ ഉണ്ടോ? എത്തിക്കുക.
അങ്ങനെ ഒരു തരത്തിൽ കൊന്ത എത്തിച്ച് പ്രാർത്ഥന അവസാനിപ്പിക്കുന്ന ആത്മീയത വളരെ ഗൗരവമായ ഉറപ്പാണ്. ഏറ്റവും അധികം വ്യക്തി വായിക്കോട്ടെ ഇവിടെയല്ലേ, വായിക്കോട്ടെ ഇവിടെ നിങ്ങൾ വായിക്കോട്ടെ പോലെ ഇവിടെ വായിക്കോട്ടെ ഇവിടെ ഏറ്റവും അധികം ക്ഷീണിച്ച് വായിക്കോട്ടെ ഇവിടെ നമ്മൾ ഇവിടെ എന്നാ അറിയാമോ? കൊന്ത ചെല്ലുമ്പോഴാണ്. ഒരു ബന്ധുവില്ലാത്തതുകൊണ്ടാണിത്. ഗൗരവമായ അസുഖമായി കിടക്കുന്ന കുഞ്ഞ് എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ആ കുഞ്ഞിനടുത്ത് നിന്ന് ഞാൻ വീശിക്കൊണ്ട് ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുത്തിരിക്കല്ലേ, ഒരു വായിക്കോട്ടോ ഇല്ല, ഒരു കുഴപ്പമില്ല. ആ ബന്ധം അത്. അപ്പൊ ദൈവവുമായ ബന്ധത്തിൽ ആഴപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ത്യാഗം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയ മക്കളെ, നമ്മൾ ആത്മീയ ജീവിതത്തിൽ കുറച്ച് ത്യാഗങ്ങൾ ചെയ്യണം. ത്യാഗം. കൈവരിച്ച് പ്രാർത്ഥിക്കുക, മുട്ടഴിഞ്ഞ് പ്രാർത്ഥിക്കുക, ഉപവാസം എടുക്കുക, അങ്ങനെ ഒരു നേരം നോക്കുക, അങ്ങനെ പല തരത്തിലുള്ള ആത്മീയ അനുഷ്ഠാനങ്ങൾ അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടില്ല. മക്കളെ പഠിപ്പിക്കണം. നിങ്ങൾ എത്ര മക്കൾ ജപമാല ചെല്ലുമ്പോൾ ത്യാഗപൂർവ്വം ഇതുപോലെ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലല്ലോ. നമ്മളിപ്പോൾ ചെറുപ്പകാലത്ത് അങ്ങനെ അല്ലായിരുന്നോ? എത്ര ഭക്തിപൂർവമായിരുന്നു. അടി കിട്ടും പുറകെ വന്നിട്ട് ചാച്ച അടി തരുമായിരുന്നു. ഇന്നങ്ങനെയൊന്നുമില്ല. മക്കളെ വഴക്ക് പറയാതെ ശിക്ഷിക്കാതെ പോവാണ്. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുകയില്ല. ന്യായമായ കാര്യങ്ങൾ തെറ്റ് കണ്ടാൽ തിരുത്താൻ തയ്യാറാകണ്ടേ? നമ്മൾ ഉത്തരവാദിത്തമില്ലേ? ഒരു ദിവസം വൈകുന്നേരം ഞാൻ പള്ളി ഇരിക്കുമ്പോൾ എൻ്റെ പള്ളിയുടെ പറമ്പിൽ കൂടെ ഇങ്ങനെ കുറെ പേര് നടപ്പുണ്ട്. ഇത് തന്നെ ഇടപാടെ പള്ളി പറമ്പിൽ കൂടെ ആൾക്കാർ. ഞാൻ ചോദിച്ചു എന്താ വിഷയം? പറയാം എന്താ വിഷയം എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, വെച്ചാൽ ഈ ഇന്ന വീട്ടിലെ ചേട്ടൻ്റെ മോനെ കാണാനില്ല, അവന് 8ാം ക്ലാസ് പഠിക്കുക, കാണാൻ പോയി. എനിക്ക് ഭയങ്കര സങ്കടമായി. അന്ന് ഞായറാഴ്ച വേദപാഠത്തിനൊക്കെ വന്ന കൊച്ചാണ്. പള്ളി ആ വീട്ടിലില്ല, കാണുന്ന രാത്രിയായി, അവൻ എത്തിയിട്ടില്ല. പള്ളിക്കടുത്താ വീട്. അങ്ങനെ രാത്രി മുഴുവൻ ഈ കൊച്ചിനെ അന്വേഷിച്ച് നടക്കാണ്. അങ്ങനെ അന്വേഷിച്ച് നടന്ന അവസാനം കാണാതെ അവർ പോയി. പിറ്റേ ദിവസം രാവിലെ 5:30 ആയപ്പോ ആ കൊച്ച് അടുക്കള വന്നിട്ട് അമ്മച്ചിയെ ചായ തരാൻ പറഞ്ഞു. ഇവര് മുഴുവൻ രാത്രി അത്രയും അധ്വാനിച്ച് തേടിയിട്ട് അവനെ കണ്ടുപിടിക്കാൻ അവനറിയോ? ഇവന് വൈകുന്നേരം ആയപ്പോൾ ആ വീടിൻ്റെ സ്റ്റെയർകേസില്ലേ അതിന് കീഴെ ഇരിക്കുമായിരുന്നു. വീടിൻ്റെ 2ാം നിലയ്ക്ക് പോകുന്ന സ്റ്റെയർകേസിൻ്റെ കീഴെ പമ്മിയിരുന്നു. ആരും കണ്ടില്ല. ഈ കേസ് എൻ്റെ അടുത്ത് വന്നു. ഞാൻ സംസാരിച്ചു. ഞാൻ ചോദിച്ചു, ടോമി ഇത്രയും ഗൗരവമായ തെറ്റ് ചെയ്തിട്ട് ആ കൊച്ചിനെ ശിക്ഷിച്ചോ? വഴക്ക് പറഞ്ഞോ? തെറ്റാണെന്ന് പറഞ്ഞോ? തിരുത്തിയോ? എൻ്റെ അച്ഛാ ഒന്നല്ലേ ഉള്ളൂ അച്ഛാ, ഒന്നേ ഉള്ളൂ. അവൻ ഇറങ്ങിപ്പോയ എന്നെ ചെയ്യും, വല്ലതും കാണിച്ചാൽ എന്നെ ചെയ്യും. അവൻ തിരുത്തുന്നില്ല. തിരുത്താതെ വളർത്തുക. തെറ്റ് കാണുമ്പോൾ തിരുത്തി കൊടുക്കണ്ടേ? തെറ്റാണെന്ന് പറയണ്ടേ? ഉത്തരവാദിത്വം ആർക്കാണ്? ആ കുഞ്ഞുങ്ങളെ സ്നേഹത്തിൽ വളർത്തിയാൽ മാത്രം പോരാ, അവർക്ക് വേണ്ടതായ ശിക്ഷണം കൊടുക്കാനും പഠിപ്പിക്കാനും നമ്മൾ മനസ്സിലാകണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മടുത്തോ? എഴുന്നേറ്റ് എല്ലാവരും. ഞാൻ ഈ പറഞ്ഞ വിഷയം ഇത്രേ ഉള്ളൂ. എനിക്ക് മനസ്സിൽ ദൈവാത്മാവ് തോന്നിച്ച കാര്യം ഇതാണെന്ന് അറിയാമോ? നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പരാജയത്തിന് കാരണം നമ്മൾ ചെയ്തു കൂട്ടുന്ന ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ അവഗണിക്കുന്ന പല കാര്യങ്ങളുമാണ്. അതിനോട് ഞാൻ പറഞ്ഞിത്രയും. എൻ്റെ മക്കളെ, ചില നിഷ്ഠകളൊക്കെ ഇത് പാലിക്കുക. വചനം വായിച്ച് പഠിച്ച് ധ്യാനിച്ച് ജീവിച്ച് അത് സാക്ഷ്യം നൽകുക. ഭക്തിപൂർവ്വം ബലിയിൽ പങ്കെടുക്കുക. ഇപ്പം ബലിയർപ്പിക്കാൻ പോവുകയാണ് നമ്മൾ. ആ ബലിയിൽ നമ്മൾ തീഷ്ണമായി പങ്കെടുക്കുക. പ്രാർത്ഥനകളൊക്കെ ചൊല്ലി നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ പക്കൽ സമർപ്പിച്ച് തികഞ്ഞ സ്നേഹത്തോടെ ആ ബലിയർപ്പിച്ചേ. ഇപ്പം കയ്യും കിട്ടി നിൽക്കാതെ സ്നേഹത്തോടെ കൈ കൂപ്പി ബലിയർപ്പിക്കുമ്പോൾ അങ്ങനെ നിൽക്കണം. നിങ്ങൾ കൈ കൂപ്പി നിൽക്കണം, ഭക്തിപൂർവ്വം നിൽക്കണം. നമ്മുടെ ആരാധനാക്രമത്തിൽ പറയുന്ന ചിട്ടകൾ പാലിച്ച് വേണം കുർബാനയിൽ പങ്കെടുക്കാൻ. അങ്ങനെ യോഗ്യതയോടെ ഞങ്ങൾ പങ്കെടുത്തേ കൃപ ഇറങ്ങി വരും നമ്മുടെ ജീവിതത്തിലേക്ക്. ആ കർത്താവ് കാണിച്ചു തരും മക്കളെ, എന്താ ചെയ്യേണ്ടത്, എന്താ തെറ്റ്, എന്താ ശരി, ഇത് കാണിച്ചു തരും. ഞാൻ ഒരു കാര്യങ്ങൾ പറയാൻ അവസാനിപ്പിച്ചേക്കാം. ഞാൻ എൻ്റെ പള്ളിയിൽ ഞാൻ വഴക്ക് പറഞ്ഞ കേസ് അറിയാമോ? കുർബാനയ്ക്ക് കൊടുത്തു. അപ്പോൾ ഒത്തിരി പേരാണ് കുർബാനയ്ക്ക് കൊടുക്കുമ്പോൾ ഒരു 10 മിനിറ്റ് ചെണ്ടും വിചാരിച്ചോ. കുർബാന സ്വീകരിക്കും. എന്നിട്ട് വന്നിട്ട് അവിടെ പോയിരിക്കും. ഞാൻ ചപ്പി അവിടെ ഇരുന്നു. അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക. അമ്മച്ചി പോന്ന് പോവുക, ചേട്ടൻ പോന്ന് നോക്കുക. അവളെ കണ്ടില്ലേ, അവനെ കണ്ടില്ലേ. ഷോ, ഈ സമയം മുഴുവൻ കുർബാന അങ്ങോട്ട് ഭക്ഷിച്ചിട്ട് ആ വാക്ക് വയ്ക്കുന്നത്. ഞാൻ അവിടെ ഇരുന്നിട്ട് ചുമ്മാ ഇരിക്കുക.
എന്റെ പൊന്നു മക്കളെ, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് അവിടെ ഇരുന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കണം. ഏറ്റവും ബെസ്റ്റ് ടൈമാണ് പ്രാർത്ഥിക്കാൻ. കുർബാനയിൽ ലഭിക്കുന്ന സമയം നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് ബലിയർപ്പിക്കാൻ പോവാ നമ്മള്. ആ ബലിയർപ്പിക്കുമ്പോൾ ഈശോ എന്നിലേക്ക് വന്നപ്പോ ഈശോനെ ഐക്യപ്പെട്ട് അവിടെ ഇരുന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം അവസാനിപ്പിക്കുക. കർത്താവും ഐക്യപ്പെടാൻ വേണ്ടി അല്ലേ ബലി. എന്റെ ഹൃദയത്തിലേക്ക് ഈശോ വരുന്നില്ലേ? ആ ഒരു സ്നേഹ ഐക്യത്തിന് ഞങ്ങൾ ആവണ്ടേ? നീ എന്നായിത്തീരും നമ്മള്? ഇത് വെറും അനുഷ്ഠാനമല്ല. ഇത് കുർബാന അർപ്പണം എന്ന് പറയുന്നേ കർത്താവിന്റെ ജീവിതമാണ്, കർത്താവിന്റെ ബലിയാണത്. കർത്താവിന്റെ ജനനം മുതൽ സ്വകാര്യപരമായ സംഭവങ്ങൾ മുഴുവൻ അനുഷ്ഠിക്കുന്ന കുർബാന എന്ന് പറയുന്നത് കാൽവരി ബലിയുടെ ആവിഷ്കരണമാണത്. ചില പ്രാർത്ഥന അല്ല ഇത്, അറിയാമോ? നൊവേന ഇരുന്ന പോലെ അല്ല ഇത് പ്രാർത്ഥന. ഈ ബലിയർപ്പണം എന്ന് പറഞ്ഞ കർത്താവിന്റെ ജീവിതം, ആ ബലി ജീവിതം അൾത്താരയിൽ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ ഭക്തിപൂർവ്വം പങ്കെടുക്കണ്ടേ? ഒരുങ്ങി വരണ്ടേ? എല്ലാ കുർബാനും ഒരുപോലെ, വ്യത്യാസമൊന്നുമില്ല. വ്യക്തിമാനാണെങ്കിലും സ്ഥിരമാണെങ്കിലും മലങ്കരയാണെങ്കിലും അതിന് ഒരുപോലെ തന്നെ സംഭവമില്ല. ഭക്തി, വിശ്വാസം, സ്നേഹം, അങ്ങനെ നമ്മൾ ഭക്തിപൂർവ്വം ബലിയർപ്പിക്കുക. എങ്കിലെല്ലാമായി. ഞാൻ കാറ്റഗിസം പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയും, മക്കളോട് പറയും, എൻ്റെ മക്കളെ, നിങ്ങൾ 10-12 വർഷം പഠിക്കുന്നില്ലേ? ഒരു കാര്യം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ബലിയർപ്പിക്കാൻ നിങ്ങൾ പഠിക്കുക. എപ്രകാരം ബലിയർപ്പിക്കണം, പ്രാർത്ഥനകൾ ചൊല്ലി ആചാരങ്ങൾ കൃത്യം പാലിച്ച് കൈകൂപ്പി മുട്ടുമേക്ക് മുട്ടെന്ന് അങ്ങനെ ഓരോ അനുഷ്ഠാനങ്ങൾ കൃത്യമായി ചെയ്ത് ഭക്തിപൂർവ്വം പ്രാർത്ഥനകൾ ശ്രദ്ധിച്ച് ധ്യാനിച്ച് ബലിയർപ്പിക്കുക. ആ ബലിയർപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ആത്മീയ ഉണർവുണ്ടാവും. ഹല്ലേലൂയ. രണ്ട് കർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഓരോമായ വിഷയം എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ നിസ്സാരമാണെന്ന് കരുതി കളയുന്ന കാര്യങ്ങൾ ഗൗരവമുള്ളതാണ്. കർത്താവിന്റെ പക്കൽ നിസ്സാരമാണെന്ന് കരുതി എല്ലാം ഗൗരവമുള്ളതാണ്. എൻ്റെ കർത്താവ് എനിക്ക് തന്ന സമയം എനിക്ക് ബലപ്പെട്ടതാണ്. ഓരോ സമയത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഓരോന്നിനും കൊടുക്കേണ്ട പ്രാധാന്യമുണ്ട്. അതിനെ കൊടുക്കാവുള്ളൂ. ഓരോന്നിനും കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാവുള്ളൂ. അമിതമായ പ്രാധാന്യം ഒന്നിനും കൊടുക്കരുത്. അർഹിക്കുന്ന പ്രാധാന്യം ഓരോന്നിനും കൊടുത്ത് മുമ്പോട്ട് നീങ്ങണം. അതെനിക്ക് പറയാനുള്ളൂ. അവസാനിപ്പിക്കുകയാണ്. കരമുയർത്തി മലേശ്വരയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ബലിയർപ്പണത്തിനായിട്ട് ഒരുങ്ങാം. ഞാൻ പറഞ്ഞ പോലെ ഈ ബലിയർപ്പണം ഏറ്റവും ഭക്തിപൂർവ്വമായിരിക്കണം. കൃത്യമായി പ്രാർത്ഥനകൾ ചൊല്ലണം, ധ്യാനിച്ച് പങ്കെടുക്കണം. കുർബാന സ്വീകരിച്ചിട്ട് അവിടെ ഇരുന്ന് നിങ്ങൾ ശരിക്കും ഈശോയ്ക്ക് നന്ദി പറയണം. ആരെയും നോക്കരുത്. ഈശോയെ മാത്രം കണ്ട് പ്രാർത്ഥനകൾ സമർപ്പിച്ച് വേണം ആ ബലി അർപ്പിച്ച് കുർബാന സ്വീകരിച്ചിട്ട് പങ്കെടുക്കാൻ വേണ്ടി. ഈ പ്രാർത്ഥന എല്ലാം കാത്താൻ സമർപ്പിച്ച കരമുയർത്തി നല്ലപോലെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. സ്വരമുയർത്തി ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ കടന്നു വരണമേ, ഞങ്ങളിൽ നിറയണമേ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, ദൈവമേ കടന്നു വരണമേ, ഞങ്ങൾ നിറയണമേ, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 സ്വരമുയർത്തി ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, നന്ദി കർത്താവേ. നിത്യം സ്തുതിയർഹനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.